സംഭവം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിയിട്ട് കൈയിൻ്റെ ഇതളകും. ഒരു 3-5 ദിവസം എന്തായാലും ഫുള്ള് വെട്ടായിരിക്കും ഫസ്റ്റിൽ. വെട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ കടന്നാൽ കൈ മടക്കിയിട്ട് വെച്ച് കടക്കാൻ വരെ കഴിയില്ല. രാവിലത്തേക്ക് കൈയൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അതുമാത്രമല്ല, ഈ ഉളിയൊക്കെ ഉണ്ടാക്കുന്നത് ലീഫിനെ കൊണ്ടാണ്. അന്ന് ലീഫൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലൻ്റെ അടുത്ത് കൊണ്ട് പോയിട്ട് ഉളി ഉണ്ടാക്കും കേട്ടാ. ചില സമയത്തൊക്കെ ഉച്ചക്ക് ഇതേപോലെ ഉളിയൊക്കെ ചിലപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ അന്ന് പണിയെടുക്കാൻ കഴിയില്ല. അന്ന് പിന്നെ എന്തെങ്കിലും ആയിട്ട് ഒപ്പിക്കലാണ്. എങ്ങനെയെങ്കിലും ആയിട്ട് ഒപ്പിച്ച് വേറെ എന്തെങ്കിലും പണിയൊക്കെ എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ വൈകുന്നേരം ആകുമ്പം തന്നെ ഉളി മുക്കാൻ വേണ്ടിക്കൽ വരവാന്ന്. പക്ഷെ അന്നൊന്നും പൈസയും കുറവാണ് അല്ലേ. അന്ന് ഞാനൊക്കെ പണിയെടുക്കുന്ന സമയത്ത് പോയിന്റിന് 10, 15, ലാസ്റ്റ് 20, 25 വരെ ഞാൻ ഉണ്ടായി. അതിലേറെ എന്താണെന്നറിയാം, അന്നത്തെ പണി ഇന്നത്തെ പണിയായിട്ട് ഡിഫറൻസ്. അന്ന് നമുക്കൊരു വീട്ടിൻ്റെ പണി കിട്ടിയാൽ ഒരു വീട് ഒരാൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയും, എടാ എനിക്കൊരു മോട്ടർ ഫിറ്റാക്കി തരണം, വെള്ളം ഇതാക്കാൻ. അന്നിങ്ങനെ കറണ്ട് ഇല്ലല്ലോ. അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാനാണ് ഒരു മോട്ടർ ഫിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ കറണ്ട് എടുത്തിട്ടാണ് മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അന്നൊന്നും വാങ്ങൂല കേട്ടാ. പണി തരാമെന്ന് പറയും, ഓക്കെ എന്ന് പറയും. അങ്ങനെ സൺസൈഡിന് പൈപ്പ് ഇടും, ഒരു പൈസയും വാങ്ങൂല കേട്ടാ. മെയിൻ ബാർപ്പിന് പൈപ്പ് ഇടും, ഒരു പൈസയും വാങ്ങൂല. ഈ പണിയെടുക്കുന്ന, അതായത് പോയിന്റിന് 20 റുപ്യ, 22 റുപ്യ എത്രയോ പറയുന്ന, 25 റുപ്യ പറയുന്ന, അത് മാത്രം വാങ്ങിയിട്ട് വരും കേട്ടാ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ടോ വീട് കുടിയിരിക്കലിന് പോയാലോ എല്ലാവരും ചോറ് തിന്നിട്ട് വരും. നമുക്ക് തിന്നിട്ട് വരാൻ കഴിയില്ല. നമ്മളോട് പറയടാ, ഇന്നാള് ഫാൻ കൊണ്ട് തന്നിന്, രാത്രി കിടക്കണ്ടേ, നീ ഒരു ഫാൻ ഫിറ്റ് ചെയ്ത് തന്നെ. അന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാതിരി എല്ലാ പണിയും തീർത്ത് ഇതൊന്നുമല്ല. അന്ന് കുടിയിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കടായിരിക്കും. അടുത്ത ആൾക്കാരോടൊക്കെ കുടുംബക്കാരോടൊക്കെ സാധനങ്ങൾ ഇതൊക്കെ വാങ്ങും. അപ്പോൾ ആരും അങ്ങനെ ഫാന് ഇങ്ങനെയുള്ള സാധനമൊന്നും വാങ്ങൂല. അഥവാ ആരും കൊണ്ടുവന്ന് തന്നിട്ടില്ലെങ്കിൽ മാത്രമേ പിന്നീട് അത് പൈസ കൊടുത്തിട്ട് വാങ്ങൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അതിനൊന്നും വാങ്ങൂല കേട്ടോ. പണിയെടുത്ത പൈസ തന്നെ എന്തായിരിക്കും, കടായിരിക്കും കേട്ടാ. കാരണം എന്താണെന്ന് അറിയാം. പക്ഷെ അന്നൊന്നും പ്രശ്നമല്ല, കടായിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ തരും. ചിലപ്പോൾ ഇതേപോലെ അടുത്ത മാസം തരാമെന്ന് പറയും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയും. അല്ലെങ്കിൽ പറയും ഇങ്ങനെ ഗൾഫുകാരനായിരിക്കും ചിലപ്പോൾ. അപ്പോൾ പറയും, മാപ്പിള പൈസ അയച്ചിട്ടില്ല കേട്ടാ, അയച്ചിട്ടാകുമ്പോൾ തരാമെന്നൊക്കെ പറയും. പക്ഷെ എന്നാലും നമുക്കതൊരു പ്രശ്നമായിരുന്നില്ല കേട്ടാ. പക്ഷെ ഇന്നങ്ങനെയല്ല കേട്ടോ. ഇന്നത്തെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നൊരു മെയിൻ ബാർബിന് പൈപ്പിടാൻ പോയാൽ 1000 റുപ്യ, ഒരു ദിവസമാണെങ്കിൽ 1000 റുപ്യ. സൺസൈഡിന് പൈപ്പിടാൻ പോയാൽ 1000, 2 ആൾ പോയാൽ 2000, 3 ആൾ പോയില്ലെങ്കിൽ 3000. ഇന്നങ്ങനെയാണ്. ഇന്നെല്ലാവരും പൈസ വേണം കേട്ടാ. അതാണ് കാലത്തിൻ്റെ മാറ്റമാണ്. ഏതായിരുന്നാലും മുമ്പ് പണിയെടുത്ത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഈ കൈ കൊണ്ട് അടിച്ചിട്ട് ഉളിമുട്ടി അടിച്ചിട്ട് വയറിങ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.